2000 വർഷങ്ങൾക്ക് മുൻപ് ഹെറോദസ് രാജാവ് അഗസ്റ്റസ് സീസറിനും റോമാ സാമ്രാജ്യത്തിനും വേണ്ടി ഭരിച്ചു. എന്നാൽ 35 വർഷമായി ഹെറോദോസ് തൻ്റെ പ്രജകളിൽ അസ്വസ്ഥത വിതച്ച് ഭരണം നടത്തി. ഇതാ, ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ നീതിയുടെ ശാഖ മുളപ്പിക്കുന്ന ദിവസം വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ രാജാവായി വാഴുകയും ഭരിക്കുകയും ചെയ്യും. അവൻ്റെ നാളുകളിൽ യൂദയ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും. ഇത് ക്രിസ്തുമസിൻ്റെ കഥയാണ്. ലോകത്തിൻ്റെ രക്ഷകനായി മണ്ണിൽ പിറന്ന ദൈവപുത്രൻ്റെ കഥ. ദൈവപുത്രൻ മണ്ണിൽ പിറന്നു വീണ അന്ന് രാത്രി തന്നെ കൊന്നുതള്ളപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കഥ. ക്രിസ്തുമസ് രാത്രി ഒരേ സമയം സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും രാത്രിയായിരുന്നു. ദ നേറ്റിവിറ്റി സ്റ്റോറി എന്ന സിനിമയുടെ കഥയിലേക്ക് മൂവീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജെറുസലേമിലെ ഒരു രാത്രി. ഹെറോദോസ് രാജാവും മകൻ അന്തിപ്പാസും താഴ്വാരത്തേക്ക് നോക്കി അസ്വസ്ഥരായി നിൽക്കുന്നു. പ്രവചനങ്ങൾ ഇന്ന് രാത്രി അവസാനിക്കും പിതാവേ എന്ന് അന്തിപ്പാസ് പറയുന്നു. ബത്ലഹേമിൻ്റെ മക്കൾ ഒന്നുപോലും ഇനി ഉണ്ടാവില്ല. അപ്പോഴേക്കും ദൂരെ നിന്നും ഇടിമുഴക്കം കേൾക്കാം. അന്ന് രാത്രി ബത്ലഹേം നിവാസികൾക്ക് എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു. ഒരു കുട്ടി, ഏറ്റവും താഴ്ന്ന മനുഷ്യർക്കും ഉന്നത രാജാക്കന്മാർക്കുമുള്ളവൻ എന്ന് ഹെറോദാസ് ആത്മകഥം പറയുന്നു. ഹെറോദോസിന്റെ പടയാളികൾ ബത്ലഹേമിലെ തെരുവുകളിലൂടെ ഇരച്ചു വരുന്നു. ഹെറോദോസിന്റെ ആജ്ഞ നടപ്പാക്കുവിനെന്ന് ഒരു പടയാളി ആക്രോശിക്കുന്നു. അവർ ഓരോ വീടും തള്ളിത്തുറന്ന് കൊച്ചുകുട്ടികളെ തിരയുകയാണ്. കയ്യിൽ കിട്ടുന്ന കുഞ്ഞു കുട്ടികളെ അവർ നിഷ്കരുണം കൊന്നുകളയുന്നു. സ്ത്രീകളും കുട്ടികളും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സൈന്യം എല്ലാവരെയും തടഞ്ഞ് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുകയാണ്. ഇനി നമ്മൾ പോകുന്നത് 1 വർഷം മുൻപുള്ള ജെറുസലേം പട്ടണത്തിലാണ്. അവിടെയുള്ള വിശുദ്ധ ദേവാലയം. ദേവാലയത്തിന് ചുറ്റും കച്ചവടക്കാരാണ്. അവിടെ വിലപേശലും വിൽപ്പനകളും തകൃതിയായി നടക്കുന്നുണ്ട്. അവിടേക്ക് സക്രിയായും എലിസബത്തും വരികയാണ്. സക്രിയ പ്രാർത്ഥനയ്ക്കായി ദേവാലയത്തിലേക്ക് കടക്കുന്നു. ശേഷം കുന്തിരിക്കം പുകച്ച് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് അവിടെ ദൈവത്തിൻ്റെ സന്ദേശവുമായി ഗബ്രിയേലിൻ്റെ അശരീരി എത്തുന്നു. സക്രിയ, നിന്റെ ഭാര്യ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യോഹന്നാൻ എന്ന് വിളിക്കും. എൻ്റെ ഭാര്യ ഒരു വൃദ്ധയാണ്. അവൾ എങ്ങനെ ഗർഭം ധരിക്കുമെന്ന് സക്രിയ ചോദിക്കുന്നു. അശരീരി തുടരുന്നു. അവൻ അത്യുന്നതന്റെ പ്രവാചകനാവുകയും കർത്താവിനായി ഒരു ജനതയെ തയ്യാറാക്കുകയും ചെയ്യും. പക്ഷേ ഞാനൊരു കിഴവനല്ലേ എന്ന് സക്രിയ ചോദിക്കുമ്പോൾ, നീ എൻ്റെ വാക്കുകൾ അവിശ്വസിച്ചതിനാൽ നീ ഇപ്പോൾ മുതൽ മൂകനായി തീരുമെന്ന് ഗബ്രിയേൽ പറഞ്ഞ് അവസാനിപ്പിച്ചു പോകുന്നു. സക്രിയ പരിഭ്രമത്തോടെ ദേവാലയത്തിന് പുറത്തേക്കിറങ്ങി വരുന്നു. സക്രിയ, എന്തു പറ്റിയെന്ന് എലിസബത്ത് ചോദിക്കുമ്പോൾ ദേവാലയത്തിനകത്തുണ്ടായിരുന്ന ഒരാൾ ദൈവത്തിൻ്റെ ദർശനത്തെപ്പറ്റിയും അകത്ത് നടന്നതും എല്ലാവരോടും വിവരിക്കുന്നു. ഇനി നമുക്ക് നസ്രേത്ത് ഗ്രാമത്തിലേക്ക് പോകാം. സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമം. അവിടെ എല്ലാവരും അവരുടെ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികൾ ഓടിക്കളിക്കുന്നു. അവിടെ മേരി കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒടുവിൽ എല്ലാവരും കളിയും തമാശയുമായി ഇരിക്കുമ്പോൾ മേരിയുടെ അമ്മ ആനി അവിടേക്ക് വരുന്നു. റൂത്ത് നിന്നെ അവിടെ കാത്തിരിക്കുകയാണെന്നും അവളെ സഹായിക്കാൻ പോണമെന്നും ആനി പറയുന്നു. നിനക്കതിനവൾ പണം തരുന്നതിനാൽ ഒരിക്കലും താമസിക്കരുതെന്ന് ആനി മേരിയെ ഉപദേശിക്കുന്നു. അവൾ അമ്മ പറയുന്നത് സന്തോഷത്തോടെ അനുസരിക്കുന്നു. അവൾ റൂത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവളെ നോക്കി ഒരു യുവാവ് നിൽക്കുന്നുണ്ട്. അതാണ് ജോസഫ്. ജോസഫ് ഒരു സുമുഖനായ ചെറുപ്പക്കാരനും നല്ല അധ്വാനിയുമാണ്. റൂത്തിനെ സഹായിച്ച ശേഷം മടങ്ങിവരുന്ന മേരിയോട് പിതാവ് യോവാക്യം നീ വരാൻ താമസിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ മേരി അതിന് ക്ഷമ ചോദിക്കുന്നു. അടുത്ത ദിവസം റൂത്തിനെ സഹായിച്ച ശേഷം തിരികെ പോകുന്ന മേരിയോട് ഹെറോദോസിന്റെ ചുങ്കപ്പിരിവ് നാളെ ഇവിടെ ഉണ്ടാവുമെന്ന് റൂത്ത് ഓർമ്മിപ്പിക്കുന്നു. നിന്റെ അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് റൂത്ത് ചോദിക്കുന്നു. അച്ഛൻ എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവുമെന്ന് മേരി പറയുന്നു. എല്ലാം ശരിയാവും മേരി, ഒരു പുതിയ രാജാവുണ്ടാവും ഒന്നുമില്ലാത്തവർക്കായി എന്ന് പറഞ്ഞ് റൂത്ത് അവളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത ദിവസം ഹെറോദോസിന്റെ പടയാളികൾ ചുങ്കപ്പിരിവിനായി ആ ഗ്രാമത്തിലേക്ക് എത്തുന്നു. എല്ലാവരും 2 വരിയായി നിന്ന് നികുതി അടയ്ക്കുവാൻ സൈനികർ ഉത്തരവിടുന്നു. 1.5 ഷെക്കൽ ദേവാലയത്തിനും 2 ഷെക്കൽ സീസറിനും എന്നതാണ് ചുങ്കവ്യവസ്ഥ. ഇതിനിടയിൽ ചുങ്കം കൊടുക്കാൻ കഴിയാത്ത ഒരാളുടെ മകളെ സൈനികർ പിടിച്ചുകൊണ്ടുപോകുന്നു. മേരിയുടെ അച്ഛനാകട്ടെ കൃഷിസ്ഥലം പണയം വെച്ച് ഹെറോദോസിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. അതിൻ്റെ കുടിശ്ശികയ്ക്ക് പകരമായി യോവാക്യമിൻ്റെ കഴുതയെ പടയാളികൾ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നു. അന്ന് വൈകുന്നേരം ഗ്രാമത്തിൻ്റെ ഒരിടത്ത് വെച്ച് ജോസഫ് മേരിയെ കാണുന്നു. ശേഷം മേരിയുടെ അച്ഛൻ്റെ കഴുതയെ സൈനികരിൽ നിന്നും വാങ്ങി അത് മേരിയെ ഏൽപ്പിക്കുന്നു. അച്ഛനോടിത് പറയണ്ടായെന്നും സൈനികർ കളഞ്ഞതുകൊണ്ടാണ് ഇവനെ തിരികെ കിട്ടിയതെന്ന് പറഞ്ഞാൽ മതിയെന്നും ജോസഫ് പറയുന്നു. ഈ സമയം ഹെറോദോസ് രാജാവ് ഇസ്രായേലിലെ കുന്നിൻ മുകളിൽ പുതുതായി പണി കഴിപ്പിക്കുന്ന മഡാസ കോട്ടയുടെ നിർമ്മാണം നിരീക്ഷിക്കുകയാണ്.
ജെറുസലേമിലെ അങ്ങയുടെ കൊട്ടാരം പോലെ മനോഹരമായിരിക്കും മഡാസ എന്ന് എഞ്ചിനീയർ ഹെറോദോസിനോട് പറയുന്നു. ഹെറോദോസ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. കോട്ടയുടെ ഒരു ഭാഗത്ത് ഒരു കുളവും പടിക്കെട്ടും വേണമെന്നും പടിക്കെട്ട് മുഴുവൻ സ്വർണം കൊണ്ട് പൊതിയണമെന്നുമായിരുന്നു ആ നിർദ്ദേശം. ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എന്തുമാത്രം സ്വർണം വേണമെന്ന് അങ്ങേക്കറിയാമോ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു. അതിനല്ലേ എനിക്ക് അനുസരണയുള്ള പ്രജകളുള്ളതെന്ന് ഹെറോദോസ് പറയുന്നു. ഗലീലിയോയിൽ നിന്നും നമുക്ക് കുറച്ചുകൂടി നികുതി ഇനത്തിൽ എത്തിക്കുവാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഹെറോദോസ് അന്വേഷിക്കുന്നു. അതിൻ്റെ കൂടെ ഹെറോദോസിന് കിട്ടിയ ഒരു പ്രവചനത്തിന്റെ കാര്യവും അന്വേഷിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു രക്ഷകൻ, അവനെപ്പറ്റി. ആ പ്രവചനം കെട്ടുകഥയാണെന്ന് ഉദ്യോഗസ്ഥൻ മറുപടി പറയുന്നു. എന്നാൽ അത്തരമൊരു പ്രവചനം നിസ്സാരമായി എടുക്കരുതെന്ന് ഹെറോദോസ് പറയുന്നു. ഈ സമയം പേർഷ്യയിലെ 3 പണ്ഡിതന്മാരുടെ കൊട്ടാരത്തിലേക്ക് ഒരു ദൂതെത്തുന്നു. അത് ലഭിച്ച മെൽക്കിയറും ഗാസ്പറും ആ ദൂത് വായിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു. ഒരു നക്ഷത്രം പുറപ്പെടും ഇസ്രായേൽ എന്ന ഒരു നാട്ടിൽ നിന്നും. എന്റെ നിരീക്ഷണങ്ങൾ പോലെ തന്നെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് ബെൽത്താസർ എന്ന മറ്റൊരു പണ്ഡിതൻ പറയുന്നു. ബെൽത്താസർ പ്രവചനം പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മുടെ ജീവിതകാലയളവിൽ തന്നെ ഒരു പുതിയ രക്ഷകൻ വരുമെന്ന് മെൽക്കിയർ പറയുന്നു. പെട്ടെന്ന് ബെൽത്താസർ പറയുന്നു, ഇനി വർഷങ്ങൾ കാത്തിരിക്കേണ്ട, സമയം എത്താറായി. ഈ സമയം മേരിയുടെ വീട്ടിൽ ഒരു സംഭവം നടക്കുന്നു. മേരിയോട് അച്ഛൻ പറയുന്നു, മേരി, നിനക്ക് ജോസഫിനെ അറിയാമല്ലോ, നീ ഇവന്റെ ഭാര്യയാകുവാൻ പോവുകയാണ്. മേരി വല്ലാതെ വിഷമിക്കുന്നു. അപ്പോഴേക്കും യോവാക്കീം വിവാഹ സമയത്തുള്ള പ്രാർത്ഥനയും ആചാരവും പൂർത്തിയാക്കുന്നു. മേരി അപ്പോഴും വിഷമത്തോടെ തൻ്റെ അമ്മയെ നോക്കുന്നുണ്ട്. ശേഷം ജോസഫ് വീഞ്ഞു കുടിച്ച് ബാക്കി മേരിക്ക് കൊടുക്കുന്നു. അതവൾ വാങ്ങി കുടിക്കുന്നു. യോവാക്കീം തുടരുന്നു, നിയമപ്രകാരം 1 വർഷം കൂടി നീ നമ്മോടൊപ്പം നിൽക്കണം. അതിനുശേഷം നീ അവൻ്റെ വീട്ടിലേക്ക് പോകും. എന്നാൽ നീ ഇപ്പോൾ മുതൽ അവനെ നിന്റെ ഭർത്താവായി പരിഗണിക്കും, എല്ലാ വിധത്തിലും. ഞാനൊരു വീട് പണിയുന്നുണ്ട് എന്ന് ജോസഫ് മേരിയോട് പറയുന്നു. അപ്പോഴേക്കും മേരി സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാമെന്ന് ആന ജോസഫിനോട് പറയുന്നു. മേരിയാകട്ടെ വല്ലാത്ത സങ്കടത്തിലാണ്. ആ അവസ്ഥയിലും അവൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. എനിക്ക് ശരിക്കും അറിയാത്ത ഒരാളെ എന്തിനാണ് എൻ്റെ താല്പര്യം പോലും നോക്കാതെ വിവാഹം കഴിപ്പിച്ചതെന്ന് മേരി തൻ്റെ അമ്മയോട് ചോദിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വയറു നിറയ്ക്കാൻ മാത്രം സമ്പാദ്യം നമ്മുടെ കയ്യിലില്ല, എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ആന മകളെ സമാധാനിപ്പിക്കുന്നു. ഒരു ദിവസം മേരി ഒലിവ് പഴങ്ങളൊക്കെ ശേഖരിച്ച് ജോലിയുടെ ക്ഷീണമകറ്റാൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുവാനിരിക്കുന്നു. വളരെ നിശബ്ദമായ ഒരിടം. ചെറിയ കാറ്റടിക്കുന്നുണ്ട്, കിളികളുടെ ശബ്ദം മാത്രം. പെട്ടെന്ന് അവിടെ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. ദൈവകൃപ നിറഞ്ഞവളെ, ദൈവം നിന്നോടുകൂടെ. പെട്ടെന്ന് മേരി പേടിച്ച് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുന്നു. നീ ഭയപ്പെടേണ്ട മേരി എന്ന് ഗബ്രിയേൽ മാലാഖ പറയുന്നു. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ നിന്റെ ഉദരത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മേരി ചോദിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ആ പരിശുദ്ധ സന്തതി ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രനോ എന്ന് മേരി ചോദിക്കുന്നു. ഗബ്രിയേൽ തുടരുന്നു, മേരി, നിന്റെ ബന്ധുവായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, അതും വൃദ്ധയായ ശേഷം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് മേരി പറയുന്നു. അന്നു രാത്രി മേരിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എന്നെ വിശ്വസിക്കുമോ, എന്നെ മനസ്സിലാക്കുവാൻ ഇവർക്ക് കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ മേരി അലട്ടുന്നുണ്ടായിരുന്നു. ശേഷം തൻ്റെ ബന്ധുവായ എലിസബത്തിൻ്റെ അടുക്കൽ പോകുവാൻ മേരി തീരുമാനിക്കുന്നു. ആദ്യമൊക്കെ വീട്ടുകാർ എതിർക്കുന്നുണ്ടെങ്കിലും പിന്നെ അതിന് അവർ സമ്മതിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ഞാൻ തിരികെ എത്തുമെന്നവൾ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ യാക്കോബിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം മേരി യാത്ര ആരംഭിക്കുന്നു. വഴിമത്തെ ഇസാക്ക് എന്നയാൾ കുതിരയിൽ ആക്രോശിച്ചുകൊണ്ട് വരികയാണ്. ഹെറോദോസിൻ്റെ പടയാളികൾ വരുന്നു, ഓടി രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞാണ് അയാൾ വരുന്നത്. പടയാളികൾ ഇസാക്കിൻ്റെ ഭൂമി കണ്ടുകെട്ടിയെന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട്. ഇസാക്കിൻ്റെ പിന്നാലെ പടയാളികളും പോകുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ ബഹളം വയ്ക്കുന്നു. ഹെറോദോസ് മരിക്കട്ടെ എന്നുള്ള ശാപവാക്കുകൾ ഉരുവിടുന്നു. മിശിഹ നമ്മളെ സംരക്ഷിക്കുമെന്ന് മറ്റൊരു നാട്ടുകാരൻ വിളിച്ചു പറയുന്നു. അന്ന് രാത്രി മേരിയും സംഘവും ഒരിടത്ത് വിശ്രമിക്കാനിരിക്കുന്നു. വഴിമധ്യേ അവർ കണ്ട കാഴ്ച അവളെ വല്ലാതെ ഉലച്ചിരുന്നു. ഒരു രക്ഷകൻ എൻ്റെ ജനത്തെ മോചിപ്പിക്കുമെന്നവൾ മനസ്സിൽ പറയുന്നു. അടുത്ത ദിവസം വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ അവൾ എലിസബത്തിൻ്റെ വീട്ടിലെത്തുന്നു. എലിസബത്ത് മേരിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം മഹനീയവും എന്ന് എലിസബത്ത് പറയുന്നു. നിങ്ങൾക്കിതെങ്ങനെ മനസ്സിലായി എന്ന് മേരി ചോദിക്കുമ്പോൾ എലിസബത്ത് അതിനുത്തരം പറയുന്നില്ല.
നിന്റെ ശബ്ദം കേട്ട മാത്രയിൽ അവൻ എൻ്റെ ഉദരത്തിൽ തുള്ളിച്ചാടിയെന്ന് എലിസബത്ത് പറയുന്നു. ഈ സമയം 3 പണ്ഡിതന്മാർ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുകയാണ്. ആ നക്ഷത്രം അവിടെ നിൽക്കുന്നു. വ്യാഴവും തൊട്ടടുത്തുണ്ട്. എന്നാൽ മറ്റൊരത്ഭുതം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ബെൽത്താസർ മറ്റുള്ളവരോട് ചോദിക്കുന്നു. മറ്റൊരു നക്ഷത്രമെന്ന് ഗ്യാസ്പർ മറുപടി പറയുന്നു. ബെൽത്താസർ പറയുന്നു, അല്ല, അത് ശുക്രനാണ്. എൻ്റെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ ഇവ 3 ഒത്തുചേരുന്നത് 3000 വർഷത്തിൽ ആദ്യമായിട്ടായിരിക്കും. ശുക്രനെ അമ്മഗ്രഹം എന്നാണ് പറയുന്നത്. വ്യാഴം പ്രകാശമാനമായ പിതാവാണ്. നിങ്ങൾ കാണുന്നില്ലേ, പിതാവും മാതാവും സ്വർഗത്തിൽ ഒന്നാടി അണിനിരുന്നു. എന്നാൽ ആ പുതിയ നക്ഷത്രം ഏതാണ് എന്ന് ഗ്യാസ്പർ ചോദിക്കുന്നു. അതിനെ ഷാരു എന്നാണ് വിളിക്കുക എന്ന് ബെൽത്താസർ പറയുന്നു. അത് രാജാവിന് വേണ്ടിയാണെന്ന് മെൽക്യോർ പറയുന്നു. ഈ സമയം മേരി എലിസബത്തിനോടൊപ്പം തൻ്റെ ആശങ്കകൾ പങ്കിടുകയാണ്. അവർ എനിക്കായി ഒരു ഭർത്താവിനെ കണ്ടെത്തി. നിയമം പറയുന്നത് ഞാൻ 1 വർഷം കൂടി കന്യകയായി തുടരണമെന്നാണ്. എന്നാൽ അദ്ദേഹം ഇതെങ്ങനെ വിശ്വസിക്കുമെന്ന് മേരി ആശങ്കപ്പെടുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. കൃഷിസ്ഥലത്ത് വെച്ച് മേരി സന്തോഷത്തോടുകൂടി ഓടി എലിസബത്തിൻ്റെ അടുക്കലെത്തുന്നു. ശേഷം അവരുടെ കൈപിടിച്ച് തൻ്റെ വയറ്റിൽ വെച്ച ശേഷം അവൻ ചലിക്കുന്നു എന്നവൾ എലിസബത്തിനോട് പറയുന്നു. ഈ സമയം ജോസഫാകട്ടെ രാവും പകലും എന്നില്ലാതെ തൻ്റെ വീടുപണി പൂർത്തിയാക്കുവാൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ പണ്ഡിതന്മാരുടെ കൊട്ടാരത്തിൽ മെൽക്കിയോർ തങ്ങൾ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളുടെ മാപ്പ് പരിശോധിക്കുകയാണ്. തരിശായ മരുഭൂമി, വാസയോഗ്യമല്ലാത്ത സമതലങ്ങൾ, പരുക്കൻ മലനിരകൾ, പിന്നെ ജെറുസലേം. ഈ സമയം ഗാസ്പർ യാത്രയ്ക്കുള്ള സാമഗ്രികളെല്ലാം വാരി പെട്ടിയിൽ നിറയ്ക്കുന്ന തിരക്കിലാണ്. മാപ്പ് കണ്ടതോടെ മെൽക്യോറിന് യാത്ര അതീവ കഠിനം നിറഞ്ഞതാണെന്ന് മനസ്സിലായി. അതിനാൽ അയാൾ യാത്രയ്ക്ക് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അയാൾ ഗാസ്പറിനോട് ചോദിക്കുന്നു, നിനക്ക് യൂദായ ദേശത്തേക്ക് പോകുവാൻ താല്പര്യമുണ്ടോ എന്ന്. തീർച്ചയായുമില്ല, എങ്കിലും നമുക്ക് പോയേ തീരൂ എന്ന് ഗാസ്പർ പറയുന്നു. ഒരു നക്ഷത്രം തെളിഞ്ഞു കത്തുന്നു എന്ന് കരുതി നമ്മൾ ഈ യാത്ര ചെയ്യണമെന്നാണോ നീ പറയുന്നതെന്ന് മെൽക്യോർ ചോദിക്കുന്നു. ബെൽത്താസർ, നീ എൻ്റെ കൂടെ വരുന്നില്ലേ എന്ന് ഗാസ്പർ ചോദിക്കുമ്പോൾ ബെൽത്താസർ പറയുന്നു, എനിക്കെൻ്റെ ഉപകരണങ്ങൾ വേണം, മാപ്പുകൾ വേണം, എല്ലാം എടുത്തോളൂ. വേണമെങ്കിൽ കൂടുതൽ ഒട്ടകങ്ങളെ ഞാൻ വിട്ടുതരാമെന്ന് ഗാസ്പർ പറയുമ്പോൾ ബെൽത്താസറും യാത്രയ്ക്ക് സമ്മതം മൂളുന്നു. എന്നാൽ മെൽക്യോർ പറയുന്നു, ഈ യാത്ര മാസങ്ങൾ പാഴാക്കുന്ന വെറും സമയം കൊല്ലിയാണ്, ഞാൻ വരുന്നില്ല. ഈ സമയം എലിസബത്തിന് പ്രസവവേദന കലച്ചിലാവുന്നു. മേരി ആശങ്കയോടെ അത് നോക്കി നിൽക്കുന്നു. ഏറെ നേരത്തിനു ശേഷം എലിസബത്ത് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. എലിസബത്തിൻ്റെ മേരിക്കും സന്തോഷമായി. ദിവസങ്ങൾക്കു ശേഷം കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് എലിസബത്ത് കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിടുന്നു. എന്നാൽ കൂടെയുള്ള മുതിർന്നവർ അതിനെ എതിർക്കുന്നു. സക്കറിയയ്ക്ക് സംസാരിക്കാൻ ശേഷിയുണ്ടായിരുന്നുവെങ്കിൽ ഈ പേരിടാൻ അദ്ദേഹം ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു എന്നവർ പറയുമ്പോൾ പെട്ടെന്ന് സക്കറിയ സംസാരിക്കുന്നു. കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്ന് തന്നെയാണ്. എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഈ സമയം ജോസഫ് തൻ്റെ വീട് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കിയിരുന്നു. ആനിയോട് അവൻ സന്തോഷത്തോടെ പറയുന്നു, മേരി വരുന്നതിന് മുൻപ് മേൽക്കൂര പണിയണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന്. അങ്ങനെ ഏതാണ്ട് വിളവെടുപ്പ് കാലമാകാറായി. മേരി തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. അവളിപ്പോൾ ഒരു ഗർഭിണിയാണ്. ഈ സമയം പണ്ഡിതന്മാരിൽ 2 പേർ യൂദായിലേക്കുള്ള ദീർഘമായ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു. ഗ്യാസ്പറും ബെൽത്താസറും യാത്ര ആരംഭിച്ചു. മെൽക്യോർ അവരെ നോക്കി വിട്ടികളെന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ തുടർന്നു. ഈ സമയത്ത് ഹെറോദോസ് തൻ്റെ മകൻ അന്തിപ്പാസ് ഒരു പുരോഹിതനുമായി എന്തോ സംസാരിക്കുന്നത് കാണാനിടയായി. ഹെറോദേസ് അന്തിപ്പാസിനെ വിളിക്കുന്നു. ഹെറോദേസ് പറയുന്നു, ഈ അമിതമായ ചുങ്കപ്പിരിവ് ആളുകൾക്ക് എൻ്റെ ഭരണത്തിനെതിരായ വെറുപ്പ് കൂട്ടാനാണ് സഹായകമായിട്ടുള്ളത്. എനിക്കതിൽ ആശങ്കയുണ്ട്. എന്തുണ്ടായാലും ഈ രാജ്യം നിങ്ങളുടേതായിരിക്കും പിതാവേ എന്ന് അന്തിപ്പാസ് പറയുന്നു. സമരിയ, ഗലീലിയ, യൂദയ എന്നിവിടങ്ങളിൽ എന്നെ എതിർക്കുവാൻ പിറവി കൊള്ളുന്ന ഒരു രാജാവിനെപ്പറ്റി എല്ലാവരും പറഞ്ഞു നടക്കുന്നു. എന്നാൽ നീ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന് ഹെറോദേസ് അന്തിപ്പാസിനോട് ചോദിക്കുന്നു. എന്നെ എതിർക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ വഞ്ചിച്ച ഒരു ഭാര്യ എനിക്കുണ്ടായിരുന്നു. പിന്നാലെ 2 ആൺമക്കളും അത് തന്നെ ചെയ്തു. അവരെല്ലാം ഇന്ന് എവിടെയെന്ന് ഹെറോദോസ് അന്തിപ്പാസിനോട് ചോദിക്കുമ്പോൾ ജീവനോടെ ഇല്ല എന്ന് അന്തിപ്പാസ് പറയുന്നു. അതെ, ജീവനോടെ ഇല്ല. എന്നെ എതിർക്കുന്നവർക്കുള്ള ശിക്ഷ അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഹെറോദേസ് അവിടെ നിന്നും പോകുന്നു. ഇതേസമയം പേർഷ്യയിൽ നിന്നാരംഭിച്ച പണ്ഡിതന്മാരുടെ യാത്ര മരുഭൂമിയിലൂടെ തുടരുകയാണ്. പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് മെൽക്യോർ കടന്നു വരുന്നു. നിങ്ങൾ ഭൂപടം മറന്നുപോയി എന്ന് പറഞ്ഞാണ് അവൻ വരുന്നത്. മറ്റുള്ളവർക്കും സന്തോഷമായി. അങ്ങനെ പണ്ഡിതന്മാർ 3 പേരും യൂദായിലേക്കുള്ള യാത്ര ആരംഭിച്ചു.
നസ്രയത്തിൽ ഒരു ശൈത്യകാലം എത്തുന്നു. വിളവെടുപ്പ് നടക്കുന്നു. മേരി തൻ്റെ വീട്ടിൽ തിരിച്ചെത്തുന്നു. എന്നാൽ അവൾ ഗർഭിണിയായിരിക്കുന്നത് കാണുന്ന ജോസഫും ഇയോക്യമും ആനിയും ഞെട്ടിപ്പോകുന്നു. ഗ്രാമവാസികൾ പലതും പറഞ്ഞ് പിറുപിറുക്കുന്നു. ജോസഫ് വല്ലാതെ വിഷമിച്ച് അവിടെ നിന്നും പോകുന്നു. മേരിയുടെ വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ ശ്രമിക്കുന്നുണ്ട്. മേരി സത്യം തുറന്നു പറയുന്നു. എന്നാൽ ആരും തന്നെ അത് വിശ്വസിക്കുന്നില്ല. ഹെറോദേസിൻ്റെ പടയാളികൾ നിന്നെ ഉപദ്രവിച്ചിരുന്നോ എന്ന് പോലും അച്ഛൻ മേരിയോട് ചോദിച്ചു. മേരി തന്നെ ആരും മനസ്സിലാക്കാത്തതിൽ വിഷമിച്ചു നിൽക്കുകയാണ്. അവർ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലും മേരി എന്ന് ആനി കരഞ്ഞുകൊണ്ട് പറയുന്നു. പെട്ടെന്ന് ജോസഫ് സംസാരിക്കുന്നു. മേരി, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത് നിന്റെ നന്മയും അനുകമ്പയും ഒക്കെ കണ്ടിട്ടാണ്. എനിക്കിതിൻ്റെ സത്യം എന്താണെന്നറിയില്ല. എങ്കിലും ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുക്കില്ല. ഞാൻ സംശയം ആരോപിച്ചാൽ മാത്രമേ വിചാരണയും ശിക്ഷയും ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ജോസഫ് അവിടെ നിന്നും പോകുന്നു. മേരി നന്ദി പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ ജോസഫ് അവിടെ നിന്നും പോകുന്നു. ജോസഫ് തൻ്റെ വീട് പണിക്കുള്ള മരവുമായി ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലൂ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഓടി വരുന്നു. ആദ്യം ജോസഫ് കല്ലെറിയട്ടെ എന്ന് ജനക്കൂട്ടം വിളിച്ചു പറയുന്നു. ജോസഫ് അവിടെ എത്തുന്നു. ജനക്കൂട്ടം മേരിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ജോസഫിന് ജനക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഒരു കല്ലെടുത്ത് കൊടുക്കുന്നു. ആദ്യം നീ എറിയ എന്ന് പറയുന്നു. ജോസഫ് കല്ലെറിയുവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഗബ്രിയേൽ മാലാഖയുടെ ഒരു അശരീരി കേൾക്കുന്നു. ജോസഫ്, നീ ഭയപ്പെടേണ്ട. അത് ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. മേരി ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. അവളെ സംശയിക്കരുത്. ജോസഫ് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നു. പിറ്റേ ദിവസം ജോസഫ് മേരിയുടെ അടുക്കൽ വന്ന് നീ അവനെ യേശു എന്ന് വിളിക്കുമെന്ന് പറയുന്നു. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. എനിക്കെല്ലാം അറിയാം മേരി. ദൈവം എന്നെ എല്ലാം കാണിച്ചു തന്നു. സ്വപ്നത്തിൽ ഒരു മാലാഖ എൻ്റെ അടുക്കൽ വന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവോ എന്ന് മേരി ജോസഫിനോട് ചോദിക്കുന്നു. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നിന്റെ കുഞ്ഞിന് ഒരു പിതാവിനെ വേണം. ഞാനവനെ എൻ്റേതായി പ്രഖ്യാപിക്കും. ആളുകൾ നിങ്ങളെയും എന്നെയും പഴയതുപോലെ കാണില്ല എന്ന് മേരി ജോസഫിനെ ഓർമ്മിപ്പിക്കുന്നു. നീ എൻ്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവും. എല്ലാവർക്കും അറിയേണ്ടത് അത്രയേ ഉള്ളൂ എന്ന് ജോസഫ് മേരിയോട് പറയുന്നു. ഇതിനുശേഷം യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും. ഒരുവൻ സൂര്യനെ പോലെ ഉദിച്ചു വരും. മനുഷ്യപുത്രന്മാരോടൊപ്പം നീതിയിലും എളിമയിലും അവൻ വളരും. അത് അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമ്പാണ്. എല്ലാ മനുഷ്യരുടെയും ജീവൻ്റെ ഉറവയാണ്. നീ കണ്ടോ മെൽക്കിയോർ, നമ്മൾ അതിനാലാണ് നക്ഷത്രത്തെ പിന്തുടരുന്നത്. ഇതിനിടയിൽ ഹെറോദോസ് രാജാവ് സൈന്യാധിപനെ വിളിക്കുന്നു. റോമിൽ നിന്നും ഒരു ജനസംഖ്യാ കണക്കെടുപ്പ് ആവശ്യപ്പെടുന്നു എന്നും ആയതിനാൽ ഓരോ പ്രജകളും അവരവരുടെ ജന്മസ്ഥലത്തേക്ക് മടങ്ങിപ്പോയി പേര് രജിസ്റ്റർ ചെയ്യണമെന്നും ഹെറോദോസ് സൈന്യാധിപനോട് പറയുന്നു. അത്തരമൊരു ഉത്തരവ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സൈന്യാധിപൻ പറയുമ്പോൾ ഇത് സീസറുടെ തീരുമാനമാണെന്ന് ഹെറോദോസ് പറയുന്നു. ശേഷം ഹെറോദോസ് പറയുന്നു, എൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനങ്ങളാൽ ജീവൻ നഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന് മുൻകൂട്ടി കാണുവാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മുടെ പ്രശ്നം ഒരാളാണ്. താൻ അവരുടെ രക്ഷകനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരുവൻ. പ്രവാചകൻ പറഞ്ഞത് ഈ മനുഷ്യൻ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും വരുമെന്നാണ്. ഈ ജനസംഖ്യാ കണക്കെടുപ്പ് അവനെ നമ്മളിലേക്ക് എത്തിക്കുമെന്ന് സേനാമേധാവി ഒരു ചിരിയോടെ പറയുന്നു. നിന്റെ സൈനികരും ചാരന്മാരും ബത്ലഹേമിലേക്ക് മടങ്ങിവരുന്ന ആ മനുഷ്യനെ നിരീക്ഷിക്കണമെന്ന് ഹെറോദോസ് സൈന്യാധിപന് നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ നസ്രയത്തിൽ വിളംബരം മുഴങ്ങുന്നു. എല്ലാ പൗരന്മാരും ജനസംഖ്യാ കണക്കെടുപ്പിൽ പങ്കാളികളാവണമെന്നും അതിനാൽ എല്ലാവരും അവരവരുടെ പൂർവികന്മാരുടെ ദേശത്തേക്ക് മടങ്ങിപ്പോവണമെന്നും സൈനികർ പ്രജകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ഈ കണക്കെടുപ്പ് ഹെറോദോസിന് കൂടുതൽ നികുതി പിരിക്കുവാനുള്ള ഉപാധിയാണെന്ന് ജോസഫ് പറയുന്നു. എനിക്കിവിടെ സെൻസസിൽ പങ്കാളിയാകുവാൻ സാധിക്കില്ല എന്ന് ജോസഫ് ആശങ്ക പ്രകടിപ്പിക്കുന്നു. എൻ്റെ പൂർവികർ ബത്ലഹേമിൽ നിന്നുള്ളവരാണ്. അതിനാൽ തന്നെ എനിക്ക് ബത്ലഹേമിലേക്ക് പോവേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിന് 100 നാഴികയിലേറെ ദൂരം സഞ്ചരിക്കണ്ടേ എന്ന് ആനി ചോദിക്കുന്നു. എനിക്കറിയാം, എങ്കിലും ഞാനും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗവും പോവണം. അതിനാൽ ഗർഭിണിയായ മേരിയും കൂടെ വരണമല്ലോ എന്നാണ് ജോസഫിൻ്റെ ആശങ്ക. വീട്ടുകാർ അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എങ്കിലും മേരി ജോസഫിനോടൊപ്പം പോകുവാൻ തയ്യാറാവുന്നു. എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മകളെയും കുഞ്ഞിനെയും സംരക്ഷിക്കുമെന്ന് ജോസഫ് മേരിയുടെ മാതാപിതാക്കൾക്ക് വാക്കു കൊടുക്കുന്നു. അങ്ങനെ അവർ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ ബത്ലഹേമിലേക്കുള്ള ദീർഘമായ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. മേരിയെ കഴുതപ്പുറത്തിരുത്തി ജോസഫ് കാൽനടയായാണ് യാത്ര.
ഇതേസമയം ആ 3 പണ്ഡിതന്മാരും അവരുടെ യാത്രയിൽ തന്നെയാണ്. കടൽത്തീരം വഴിയും പരുക്കനായ ഇടങ്ങളിലൂടെയും ആ യാത്ര പുരോഗമിക്കുന്നു. അന്ന് രാത്രി ജോസഫ് വഴിയിൽ നിന്നും വാങ്ങിയ ഒരു വലിയ മത്സ്യത്തെ മേരിക്ക് പാചകം ചെയ്തു കൊടുക്കുന്നു. ഈ സമയം 3 പണ്ഡിതന്മാരുടെ യാത്ര ഒരു വിചിത്രമായ മാർക്കറ്റിലൂടെ പുരോഗമിക്കുകയാണ്. പാമ്പും തേളും ചിലന്തികളുമെല്ലാം അവിടെ വിൽപ്പനയ്ക്ക് നിർത്തിയിട്ടുണ്ട്. നമ്മൾ യാത്ര ആരംഭിച്ചിട്ട് എത്ര നാളായി എന്ന് ഗാസ്പർ മറ്റുള്ളവരോട് ചോദിക്കുന്നു. 104 ദിവസങ്ങളെന്ന് ബൽസാത്തർ മറുപടി പറയുന്നു. ഈ സമയം മേരിയുടെയും ജോസഫിൻ്റെയും ബെത്ലഹേം യാത്രയും പുരോഗമിക്കുകയാണ്. വഴിമധ്യേ ഒരു സൈനിക പോസ്റ്റിൽ 2 സൈനികർ അവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ച ശേഷം മുന്നോട്ട് കടത്തിവിടുന്നു. അങ്ങനെ നടന്ന് അവർ ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നു. അവിടെ മാർക്കറ്റിൻ്റെ കവാടത്തിൽ ഒരു പ്രവാചകൻ "ഇതാ നിന്റെ രാജാവ് നിന്നിലേക്ക് വരുന്നു" എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൻ നീതിമാനും നിന്റെ രക്ഷകനുമാണെന്നൊക്കെ അയാൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ ജോസഫും മേരിയും നടന്നു പോകുന്നു. ആ ചന്തയിൽ പലതരത്തിലുള്ള കച്ചവടക്കാരാണ്. വലിയ കോലാഹലവും ബഹളവും അവിടെ നടക്കുന്നു. ഇതിനിടയിൽ നേരത്തെ നമ്മൾ കണ്ട ആ പ്രവാചകനെ സൈനികർ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇത്തരം പ്രവാചകരെയെല്ലാം ഹെറോദേസിന്റെ നിർദ്ദേശപ്രകാരം കുരിശിൽ വെച്ച് തറച്ച് കൊല്ലുകയാണ് സൈനികർ ചെയ്യുന്നത്. മേരിയുടെയും ജോസഫിൻ്റെയും യാത്ര തുടരുകയാണ്. തീർത്തും ദുർഘടം പിടിച്ച താഴ്വരയിലൂടെ വളരെ ആയാസം പിടിച്ച യാത്ര തന്നെയാണ് അത്. ഇടയ്ക്ക് വെച്ച് അവരുടെ തൊട്ടു പിന്നാലെയുള്ള യാത്രക്കാരുടെ കഴുത തളർന്നു വീഴുന്നത് ജോസഫും മറിയയും കാണുന്നു. അവരുടെ കഴുതയുടെ ആരോഗ്യം ചോർന്നു പോയിരിക്കുന്നുവെന്ന് ജോസഫ് മേരിയോട് പറയുന്നു. അങ്ങനെ വഴിക്കിടയിൽ അവർ വിശ്രമിക്കാനിരിക്കുന്നു. ഇനി അവരുടെ കയ്യിൽ ഒരേ ഒരു റൊട്ടിക്കഷ്ണം മാത്രമേ ഉള്ളൂ. അതിൽ പകുതി മേരിക്ക് കൊടുത്ത് ബാക്കി പകുതിയിൽ കുറച്ചു ഭാഗം മാത്രം ജോസഫ് കഴിക്കുന്നു. അതിൻ്റെ ബാക്കി അവൻ ഒളിപ്പിക്കുന്നു. മേരി ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം അതവൻ ആ കഴുതയ്ക്ക് കൊടുക്കുന്നു. മേരി അത് കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ വീണ്ടും അതികഠിനമായ യാത്ര ആരംഭിക്കുന്നു. ഇതിനിടയിൽ ഒരു അരുവി മുറിച്ചു കിടക്കുന്നതിനിടയിൽ മേരി ഒഴുക്കിൽപ്പെടുന്നു. ജോസഫ് മേരി രക്ഷിക്കുന്നു. നടന്ന് അവർ ഒരു മരുഭൂമിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. രൂക്ഷമായ പൊടിക്കാറ്റ് വകവയ്ക്കാതെയുള്ള യാത്ര. ഇതിനിടയിൽ ജോസഫിൻ്റെ കാലുകൾ നടന്ന് പൊട്ടി രക്തം പൊടിയുന്നതായി മേരി കാണുന്നു. ഒരു അരുവിക്കരികിൽ വിശ്രമിക്കാൻ കിടന്നുറങ്ങുന്ന ജോസഫിൻ്റെ കാലുകളിലെ മുറിവുകൾ മേരി കഴുകി വൃത്തിയാകുന്നു. ജോസഫ് ആകെ ക്ഷീണിതനായിരുന്നു. ജോസഫിൻ്റെ കാലുകൾ തുടച്ചുകൊണ്ട് മേരി വയറ്റിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നു. "എൻ്റെ കുഞ്ഞെ, നിന്നെ വളർത്തുവാൻ നല്ലവനും മാന്യനുമായൊരു മനുഷ്യനുണ്ടാവും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ." യാത്ര വീണ്ടും തുടരുന്നു. അങ്ങനെ അവർ ജെറുസലേമിലെത്തി. വിശുദ്ധ നഗരം. എന്നാൽ ആ നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ ജോസഫ് ആകെ പരിഭ്രാന്തിയിലാവുന്നു. കാരണം വാതുവെപ്പുകാരും കച്ചവടക്കാരുമൊക്കെയായി ഒന്ന് നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ജെറുസലേം മാറിയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു കവർച്ചാശ്രമം പോലും ഉണ്ടാകുന്നു. അത് ജോസഫ് തടയുന്നു. അവർ നടന്ന് ജെറുസലേമിലെ പള്ളിക്ക് മുൻപിലെത്തുന്നു. അവിടെ ബലിയർപ്പിക്കുവാനുള്ള പ്രാവുകളെയും ആട്ടിൻകുട്ടികളെയും വിൽക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജോസഫ് നിരാശനായി മേരിയോട് പറയുന്നു, ഇതൊരിക്കൽ ഒരു വിശുദ്ധ സ്ഥലമായിരുന്നു. അവിടെ നിന്നും അവർ ബത്ലഹേമിലേക്കുള്ള വഴിയിൽ യാത്ര ആരംഭിച്ചു. ഏതാണ്ട് വൈകുന്നേരമാവുന്നതോടെ മേരിക്ക് തണുക്കുവാൻ തുടങ്ങി. വഴിമധ്യേ നിരവധി ആട്ടിടയന്മാരെ അവർ കാണുന്നു. ഇതിനിടയിൽ ഒരാട്ടിടയൻ അവരെ തീ കാഞ്ഞിട്ട് പോകുവാൻ ക്ഷണിക്കുന്നു. അവർ അവിടെ ഇരുന്ന് തീ കായുന്നു. "ഞാൻ എൻ്റെ കുഞ്ഞിനോട് നിങ്ങളുടെ ദയയെപ്പറ്റി സംസാരിക്കും" എന്ന് മേരി ആ ആട്ടിടയനോട് പറയുന്നു. ആട്ടിടയൻ പറയുന്നു, "എൻ്റെ അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും എന്തെങ്കിലും നൽകപ്പെടുമെന്ന്. ഒരു സമ്മാനം. നിന്റെ സമ്മാനം നിന്റെ ഉള്ളിൽ വഹിക്കുന്നതാണ്. നിങ്ങളുടെ സമ്മാനം എന്തായിരിക്കുമെന്ന് മേരി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് നിരാശനായി ആ വൃദ്ധൻ പറയുന്നു. നല്ലതിനായി കാത്തിരിക്കാമെന്ന പ്രതീക്ഷയല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വൃദ്ധൻ വിഷമിക്കുന്നു. വൃദ്ധനോട് യാത്ര പറഞ്ഞ് മേരിയും ജോസഫും യാത്ര തുടർന്നു. ഇതിനിടയിൽ 3 പണ്ഡിതന്മാർ ജെറുസലേം ദേവാലയത്തിന് മുൻപിലെത്തി. അവിടെ വെച്ച് ഹെറോദേസിന്റെ സൈനികർ അവരെ ചോദ്യം ചെയ്യുന്നു. അവർ അവരുടെ യാത്രാ ഉദ്ദേശം സൈനികരുമായി പങ്കുവയ്ക്കുന്നു. യൂദായിൽ ഒരു പുതിയ രാജാവ് അവരെ കാത്തിരിക്കുന്നുവെന്നും അതിൻ്റെ വഴികാട്ടിയായി ഒരു നക്ഷത്രത്തെ പിന്തുടർന്നാണ് അവർ ഇവിടെ എത്തിയതെന്നും ജ്ഞാനികളിൽ ജ്ഞാനികളായി അവർ പറഞ്ഞു എന്ന വിവരം ഹെറോദാസിൻ്റെ ചെവികളിലും എത്തുന്നു. ഹെറോദേസ് അവരെ വിരുന്നിന് ക്ഷണിക്കുന്നു. "നിങ്ങൾ വന്നത് ദൈവത്തിൻ്റെ നിയോഗമാണെന്നും രാജാവിനെ കണ്ടെത്തിയാൽ തീർച്ചയായും നിങ്ങൾ കൊട്ടാരത്തിൽ വന്ന് അറിയിക്കണമെന്നും ഹെറോദേസ് പണ്ഡിതർക്ക് വിരുന്ന് കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്നു. അവരുടെ പുറകെ സൈന്യത്തെ അയച്ചാൽ അത് ഈ 3 വിദ്വാൻമാർക്കും സംശയം ഉണ്ടാക്കുമെന്ന് ഭയന്നാണ് ഹെറോദേസ് ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. അവർ പിന്തുടരുന്ന ഒരു നക്ഷത്രത്തെപ്പറ്റി ഹെറോദേസ് വിശദമായി ചോദിച്ചറിയുന്നു.
ലോകത്തിൻ്റെ രക്ഷകനായി ഒരു കുഞ്ഞ് ആഗമനം ചെയ്യുകയാണെന്നും അതിൻ്റെ അടയാളമാണ് ആ നക്ഷത്രം നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നതെന്നുമൊക്കെ പണ്ഡിതർ പറയുന്നു. അപ്പോഴാണ് ഹെറോദേസിന് എല്ലാവരും പറയുന്ന രക്ഷകൻ ഒരു ബാലനാണെന്നും അതൊരു യുവാവോ പ്രായമായ ആളോ അല്ലെന്നും മനസ്സിലാവുന്നത്. അങ്ങനെ വിരുന്നിന് ശേഷം 3 പണ്ഡിതന്മാരും യാത്ര തുടർന്നു. നേരത്തെ ജോസഫും മേരിയും പോയ വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം. അങ്ങനെ വഴിമധ്യേ മേരിക്കിപ്പോൾ പ്രസവവേദന ഉണ്ടാകുവാൻ തുടങ്ങുകയാണ്. ജോസഫ് പെട്ടെന്ന് കഴുതയും കൊണ്ട് നടക്കുകയാണ്. നമ്മൾ എത്താറായി എന്ന് ജോസഫ് മേരിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അവർ നടന്ന് ബത്ലഹേമിലെത്തി. അപ്പോഴേക്കും മേരിക്ക് പ്രസവവേദന കൂടി വരുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മുറി സംഘടിപ്പിക്കാമെന്ന് ജോസഫ് പറയുന്നു. അവൻ ഓടി നടന്ന് സത്രങ്ങളിൽ മുറി അന്വേഷിക്കുന്നു. എന്നാൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി എല്ലാവരും യാത്ര ചെയ്യുന്നതിനാൽ ഒരു സത്രത്തിലും മുറി ലഭിക്കുന്നില്ല. ജോസഫ് എല്ലാ വീടുകളിലെ വാതിലുകളിലും തട്ടി സഹായം അപേക്ഷിക്കുന്നു. എന്നാൽ ആരും തന്നെ അവരെ സഹായിക്കുന്നില്ല. വഴിയിൽ കണ്ടവരോടും ജോസഫ് സഹായം അപേക്ഷിക്കുന്നു. എന്നാൽ ആരും സഹായിക്കുന്നില്ല. അപ്പോഴേക്കും മേരിക്ക് വേദന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും കൂടി വരുന്നു. ജോസഫ് മേരിയെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് ബത്ലഹേമിലെ തെരുവുകളിലൂടെ ഓടി നടക്കുന്നു. ഒടുവിൽ ഒരു വൃദ്ധൻ ഒരു കാലിത്തൊഴുത്ത് കാട്ടിക്കൊടുക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് തരുവാൻ സാധിക്കുന്ന സഹായം ഇതാണെന്ന് അയാൾ പറയുന്നു. ജോസഫ് മേരിയെയും കൊണ്ട് ആ കാലിത്തൊഴുത്തിൽ ചെല്ലുന്നു. ശേഷം അവിടെ മേരിയെ കിടത്തുന്നു. അപ്പോഴേക്കും ആകാശത്തിലെ 3 നക്ഷത്രങ്ങൾ ഒന്നിക്കുന്നു. ബെൽക്കാസർ മെൽക്കോയിനെയും ഗാഡ്വിലിനെയും വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു. ആ 3 നക്ഷത്രങ്ങളും ചേർന്ന് ഒരു പുതിയ നക്ഷത്രമാവുന്നു. അതിൻ്റെ പ്രകാശം ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു. ആ പ്രകാശം മേരിയിൽ പതിക്കുന്നു. മേരി വേദന കൊണ്ട് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. ജോസഫ് അവളെ ആശ്വസിപ്പിക്കുന്നു. അവിടെ വെച്ച് മേരി വല്ലാതെ വേദനിച്ച് കരയുന്നു. കുറച്ചു നേരത്തെ കഷ്ടതകൾക്കൊടുവിൽ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ജോസഫ് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ എടുത്തുയർത്തുന്നു. ഒരാൺകുഞ്ഞായിരുന്നു അത്. മേരി അവനെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുക്കുന്നു. ജോസഫും മേരിയും തമ്മിൽ നോക്കി ചിരിക്കുന്നു. ജോസഫ് ദൈവത്തിന് നന്ദി പറയുന്നു. മേരിയും. അങ്ങനെ ദൈവപുത്രൻ ആ രാത്രിയിൽ മണ്ണിൽ മനുഷ്യനായി പിറവി കൊണ്ടു. 3 പണ്ഡിതന്മാരിൽ മെൽക്കോയിന് ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം കണ്ട് കണ്ണു നിറഞ്ഞു പോകുന്നു. ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ എന്ന് ഗ്യാസ്പർ അവനോട് ചോദിക്കുന്നു. അപ്പോൾ ആട്ടിടയന്മാർക്കിടയിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു. ആനന്ദിപ്പിൻ, ഇതാ ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ആ കുഞ്ഞിനെ നിങ്ങൾ കാണും. ഇത്രയും പറഞ്ഞ് മാലാഖ അവിടെ നിന്നും പോകുന്നു. ആട്ടിടയന്മാർ ആകാശത്തെ ആ നക്ഷത്രത്തെ ശ്രദ്ധിക്കുന്നു. എല്ലാവരും അങ്ങോട്ടേക്ക് നടക്കുന്നു. ജോസഫ് പുൽത്തൊട്ടിയിൽ ഒരു കിടക്ക ഒരുക്കുന്നു. മേരി കുഞ്ഞിനെ അവിടെ കിടത്തുന്നു. സദ്വാർത്ത അറിഞ്ഞ് ആട്ടിടയന്മാരെല്ലാം അവിടെ എത്തുന്നു. എല്ലാവരും ആ കുഞ്ഞിനെ വണങ്ങുന്നു. മേരി നേരത്തെ അവരെ സഹായിച്ച വൃദ്ധനായ ആട്ടിടയനോട് പറയുന്നു, ഇവൻ എല്ലാ മാനവരാശിക്കും വേണ്ടിയുള്ളവനാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു സമ്മാനം നൽകപ്പെട്ടു എന്ന് മേരി പറയുന്നു. വൃദ്ധൻ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നു. അപ്പോഴേക്കും ആ 3 പണ്ഡിതന്മാരും അവിടെ എത്തി. രാജാക്കന്മാരിൽ ഏറ്റവും വലിയവൻ ഏറ്റവും എളിയ സ്ഥലത്ത് ജനിച്ചു. ദൈവം മാംസമായി അവതരിച്ചിരിക്കുന്നു. ഗാസ്പർ തൻ്റെ കാണിക്കയായി പൊന്ന് സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, പൊന്ന് എല്ലാ രാജാക്കന്മാരുടെയും രാജാവിന്. ബൽത്താസർ കുന്തിരിക്കം സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, കുന്തിരിക്കം എല്ലാ പുരോഹിതന്മാരുടെയും പുരോഹിതന്. അടുത്തതായി മെൽക്കിയോൺ വരുന്നു. വല്ലാത്ത കുറ്റബോധത്തോടെയാണ് അദ്ദേഹം വരുന്നത്. കാരണം അവനിത് ആദ്യം അവിശ്വസിച്ചിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാണിക്കയായ മീറ സമർപ്പിക്കുന്നു. മീറ ത്യാഗത്തെ ബഹുമാനിക്കുന്നതിന്. അദ്ദേഹത്തിന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആട്ടിടയനും പണ്ഡിതന്മാരും ഒരുമിച്ച് ആ ശിശുവിനെ വണങ്ങുന്നു. മടങ്ങുന്ന സമയം പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ കണ്ടത് നമ്മളിൽ തന്നെ ഒതുങ്ങുന്നതാണ് നല്ലത്. നമ്മൾ ഹെറോദോസിൻ്റെ അടുക്കൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവർ മറ്റൊരു വഴിയിലൂടെ മടങ്ങുന്നു. പണ്ഡിതന്മാർ തിരികെ വരാതായതോടെ ബത്ലഹേമിലെ 3 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെ കൊന്നൊടുക്കുവാൻ ഹെറോദേസ് ഉത്തരവിടുന്നു. അപ്രകാരം സൈനികർ അതിനെ ഇറങ്ങി പുറപ്പെടുന്നു. അതാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. ക്ഷീണിതനെ ഉറങ്ങുന്ന ജോസഫിനെ ഗബ്രിയേൽ മാലാഖ വിളിച്ചുണർത്തുന്നു. ജോസഫും മറിയയും കഴുതപ്പുറത്ത് കയറുന്നതായി കാണിക്കുന്നു. സൈനികർ ആ കാലിത്തൊഴുത്തിന് മുൻപിലേക്ക് എത്തുന്നു. അവിടെ നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ജോസഫിനെ വിളിച്ചുണർത്തിയ മാലാഖ നിർദ്ദേശിച്ചത് ഇപ്രകാരമായിരുന്നു, കുഞ്ഞിനെയും അമ്മയും കൂട്ടി ഉടനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് നൽകുന്നതുവരെ അവിടെ തുടരുക. അങ്ങനെ ജോസഫും മേരിയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. മേരി മനസ്സിൽ പറയുന്നു,
സർവശക്തൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ കൈകൾ കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. അവൻ അഹങ്കാരികളെ ചിതറിക്കളഞ്ഞു. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്തുമസ് ആശംസകൾ.